ദൈവത്തിന് സ്തുതി. നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം. നിങ്ങൾക്കെല്ലാവർക്കും ആവേ മരിയ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം പ്രാർത്ഥനയെ പറ്റിയാണ്. പ്രാർത്ഥനയെപ്പറ്റി പറയുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണം എന്നതിനെ പറ്റിയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യുന്നത് നമ്മൾ ദൈവം തമ്പുരാനോട് സംസാരിക്കുകയാണ്. ഈ സംസാരം, ഈ വർത്തമാനം പറച്ചിലാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഗതിയെ തന്നെ നിയന്ത്രിക്കുന്നതെന്ന് പറയാം. പലരും പറയാറുണ്ട്, പ്രാർത്ഥനയ്ക്ക് ഉത്തരമില്ല, എത്ര പ്രാർത്ഥിച്ചിട്ടും ഒരു മറുപടിയില്ല, ദൈവം തമ്പുരാൻ ഇതൊന്നും കേൾക്കുന്നില്ലേ. അതൊരു തെറ്റിദ്ധാരണയാണ്. ദൈവം തമ്പുരാൻ എല്ലാം കേൾക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥന മാത്രമല്ല, നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ മാത്രമല്ല, നിങ്ങളുടെ ഹൃദയത്തിലെ നിരൂപണങ്ങൾ വരെ ദൈവം തമ്പുരാൻ അറിയുന്നുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ദൈവം തമ്പുരാൻ എന്തുകൊണ്ട് ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും മറുപടി തരുന്നില്ല? എന്താ എൻ്റെ കാര്യത്തിൽ ഇടപെടാത്തേ? എന്താ എൻ്റെ സങ്കടം കാണാത്തേ? കർത്താവ് ഒരു വാക്ക് പറഞ്ഞ് എൻ്റെ ജീവിതം തന്നെ മാറും. എന്നിട്ടും ദൈവം തമ്പുരാൻ എന്തുകൊണ്ട് മറുപടി പറയുന്നില്ല? അത്ഭുതം ചെയ്തു തരുന്നില്ല? എന്നെ സഹായിക്കുന്നില്ല? ഇത് ഒരു 99% ആളുകളുടെയും ഒരു പരാതിയായിരിക്കും. എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല, കേൾക്കപ്പെടുന്നില്ല. ഈ പ്രാർത്ഥന കേൾക്കപ്പെടാൻ ദൈവം തമ്പുരാൻ നിങ്ങളുടെ ഈ പ്രാർത്ഥന, നിങ്ങളുടെ ഈ അപേക്ഷ, ഈ സംസാരം ശ്രദ്ധിക്കാൻ, വിലമതിക്കാൻ, അതിൽ തീരുമാനങ്ങൾ എടുക്കാൻ, നിങ്ങളുടെ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാക്കി തരാൻ എന്ത് ചെയ്യണം? അതിനുള്ള മാർഗങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ഇത് ദൈവം തമ്പുരാനുമായിട്ടുള്ള ഒരു സംസാരമാണ്. നമ്മൾ ദൈവം തമ്പുരാനോട് സംസാരിക്കുമ്പോൾ മിക്കവാറും ആളുകൾ ഇങ്ങനെയാണ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നത്. എൻ്റെ ഈ ആവശ്യം നടത്തി തരണം, എൻ്റെ മകളുടെ കല്യാണത്തിൻ്റെ കാര്യങ്ങൾ ശരിയാക്കി തരണം, സാമ്പത്തിക പ്രശ്നങ്ങൾ മാറ്റിത്തരണം, വീട് പണിയായിട്ട് മുന്നോട്ട് പോകാൻ സഹായിക്കണം, മകന് ജോലി കിട്ടണം, കുടുംബ പ്രശ്നങ്ങൾ മാറണം, ആരോഗ്യ പ്രശ്നങ്ങൾ മാറണം. പിറ്റേ ദിവസവും ഇതേപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ മാറണം, കുടുംബ പ്രശ്നങ്ങൾ മാറണം, നല്ല സാമ്പത്തികം ഉണ്ടാവണം, മകന് നല്ല ജോലി കിട്ടണം. പിറ്റേ ദിവസവും ഇങ്ങനെ തന്നെ. നമുക്കറിയാം ദൈവം തമ്പുരാൻ സർവ്വശക്തനാണ്. നമ്മൾ ചോദിക്കുന്ന എന്തും തരാൻ, അതിലപ്പുറവും തരാൻ കഴിവുള്ളവനാണ് ദൈവം തമ്പുരാൻ. ആ കർത്താവിൻ്റെ മുന്നിൽ ചെന്നിങ്ങനെ ദിവസവും നമ്മൾ ആവശ്യങ്ങൾ പറയാം. നമ്മൾ സപ്പോസ് ഒന്ന് ചിന്തിക്കുക, ഒരാൾ നമ്മളുടെ അടുക്ക വന്ന് ദിവസവും തരണം, അല്ലെങ്കിൽ ഇത് തരണം, അത് ചെയ്തു തരണം, ഇത് ചെയ്തു തരണം എന്ന് പറഞ്ഞാൽ നമുക്കെങ്ങനെ ഫീൽ ചെയ്യും? ഇതല്ല ശരിയായ പ്രാർത്ഥനാ രീതി. പ്രാർത്ഥനയെന്ന് പറയുന്നത് ആവശ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു കാര്യമല്ല, നന്ദി പറയാനുള്ള ഒരു സമയം കൂടിയാണ്. നമ്മൾ പ്രാർത്ഥിക്കാൻ മുട്ടുകുത്തുമ്പം ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഓർക്കുക, നമ്മൾ ഈ മുട്ടുകുത്തി നിൽക്കുന്ന ഈ ദൈവസന്നിധിയിൽ ഈ ദൈവം തമ്പുരാൻ നമുക്ക് വേണ്ടി എന്തൊക്കെ നന്മകൾ ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്, എത്രമാത്രം കരുണ ചൊരിഞ്ഞിട്ടുണ്ട്, അത് ഓർക്കുക. എന്തൊക്കെയാണ്, എത്രയോ പേര് ആരോഗ്യമില്ലാതെ ജനിക്കുന്നു, ഞാൻ എല്ലാ ആരോഗ്യത്തോടെയും ജനിക്കുന്നു, ജീവിക്കുന്നു, അസുഖങ്ങളിൽ ദൈവം തമ്പുരാൻ എന്നെ രക്ഷിച്ചു, നല്ല കുടുംബജീവിതം നൽകി, നല്ല സാമ്പത്തികം നൽകി, നല്ല കുടുംബത്തിൽ ജനിക്കാൻ അവസരം നൽകി, നന്നായിട്ട് വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ അനുഗ്രഹിച്ചു, ജോലി തന്നു. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർത്തെടുത്ത് പറയാൻ പറ്റുമോ? നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം തമ്പുരാൻ ചെയ്ത നന്മകളും അനുഗ്രഹങ്ങളും, അതിനെല്ലാം ആദ്യമേ നന്ദി പറയണം. എന്തായാലും കർത്താവ് ഒരു നന്മയും ചെയ്യാതെ ഒരു മനുഷ്യൻ പോലും ഈ ഭൂമി കാണത്തില്ല. ആ നന്ദിയാണ് ദൈവം തമ്പുരാൻ ആദ്യം കേൾക്കേണ്ടത്. അല്ലാതെ വെറുതെ കർത്താവിനെ മുതലെടുക്കാൻ വേണ്ടി കർത്താവെ അത് തരണേ, ഇത് തരണേ, അത് തരണേ എന്ന് പറയുന്നവരോട് കർത്താവിന് വലിയ സ്നേഹമോ ചായ്വോ ഒന്നും കാണത്തില്ല. മറിച്ച് നന്ദിയുള്ള ഹൃദയത്തോടെ വേണം ദൈവസന്നിധിയിൽ നിൽക്കാൻ. അങ്ങനെയുള്ളവരിലേക്ക് ദൈവം തമ്പുരാൻ്റെ മനസ്സ് ചായും. ഇങ്ങനെ നന്ദി പറഞ്ഞതിന് ശേഷം വേണം നമ്മൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങളും നന്മകളും ഒക്കെ എണ്ണി നന്ദി പറഞ്ഞതിന് ശേഷം വേണം നമ്മൾ കർത്താവിനോട് നമ്മുടെ ആവശ്യങ്ങൾ ഇനിയും ചോദിക്കാൻ. ആ പ്രാർത്ഥന ദൈവസന്നിധിയിൽ അംഗീകരിക്കപ്പെടും. ആ പ്രാർത്ഥന ദൈവം തമ്പുരാൻ കേൾക്കും. അപ്പോൾ ഇനി നിങ്ങൾ പിന്നെ ഒരു കാര്യമുണ്ട്, സാഹചര്യം പറഞ്ഞ് പ്രാർത്ഥിക്കണം. അതായത് നമ്മളൊരു പ്രിയപ്പെട്ട ഒരു ആത്മാർത്ഥമായ, നമുക്ക് വളരെ കാര്യങ്ങൾ തുറന്നു പറയാൻ പറ്റുന്ന ഒരു സുഹൃത്ത്, അല്ലെങ്കിൽ നമ്മുടെ
ജീവിത പങ്കാളി, നമ്മുടെ അപ്പൻ, അമ്മ, ഇവരോടൊക്കെ നമ്മൾ എങ്ങനെയാണ് സംസാരിക്കുന്നത്? ഒരു മറയുമില്ലാതെ സാഹചര്യങ്ങൾ പറഞ്ഞ്, സങ്കടങ്ങൾ പറഞ്ഞ്, അവസ്ഥ വിവരിച്ച് ആണ് നമ്മൾ അവരോട് സംസാരിക്കുന്നത്. നമ്മുടെ അമ്മയോട് നമ്മൾ സംസാരിക്കുക, അമ്മേ ഇതാണ് എൻ്റെ അവസ്ഥ, എനിക്ക് ഇത് കുറവുണ്ട്, ആളുകളൊക്കെ എന്നെ ഇങ്ങനെ കളിയാക്കുകയാണ്, ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് ഈ രീതിയിലാണ് എന്നോട് പെരുമാറുന്നത്, അതെന്നെ മാനസികമായിട്ട് വളരെയധികം വേദനിപ്പിക്കുകയാണ്. അങ്ങനെ ഒരു മറയുമില്ലാതെയാണ് നമ്മൾ നമ്മുടെ പലരും മാതാവിനോട് സംസാരിക്കുന്നത്. ചിലർ പിതാവിനോട് സംസാരിക്കും, ചിലർ ഫ്രണ്ട്സിനോട് അങ്ങനെ സംസാരിക്കും, ചിലർ ഭാര്യയോടും ഭർത്താവിനോടും അങ്ങനെ സംസാരിക്കും. നമുക്ക് ഏറ്റവും അടുപ്പമുള്ള, നമുക്ക് ഏറ്റവും വിശ്വാസമുള്ള, നമുക്ക് ഏറ്റവും നമ്മളോട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേട്ടിരിക്കും, നമ്മളെ മനസ്സിലാക്കും, നമ്മളെ മനസ്സിലാക്കാനുള്ള ഒരു ഹൃദയം അവർക്കുണ്ട്, അവർക്കൊരു അനുതാപമുള്ള അല്ലെങ്കിൽ ഒരു സഹാനുഭൂതിയുള്ള ഒരു ഹൃദയമുണ്ട് എന്ന് നമുക്ക് തോന്നുന്ന ആളുകളുടെ മുന്നിലാണ് നമ്മളിങ്ങനെ നമ്മുടെ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്നത്. അതേപോലെ നിങ്ങൾ സാഹചര്യം പറഞ്ഞ് അവസ്ഥ വിവരിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് നല്ല വിജയം വേണം എന്നാണ് നിങ്ങൾക്ക് ആഗ്രഹമെങ്കിൽ നിങ്ങൾ ദൈവസന്നിധിയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കണം: എൻ്റെ കർത്താവേ, എനിക്ക് നല്ല വിജയം നൽകി അനുഗ്രഹിക്കണം. അങ്ങനെ നല്ലൊരു വിജയവും നല്ലൊരു മാർഗവും ഉണ്ടെങ്കിൽ എനിക്ക് ഈ വിഷയത്തിന് അഡ്മിഷൻ കിട്ടത്തുള്ളൂ. എനിക്ക് ഇന്ന രീതിയിൽ മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹം. എനിക്കൊരു നഴ്സോ ഡോക്ടറോ ആവണമെന്നാണ് ആഗ്രഹം. അതിനെനിക്ക് സയൻസിന് ഇത്ര മാർക്ക് കിട്ടിയേ പറ്റത്തുള്ളൂ. എന്നെ സഹായിക്കണം. എനിക്ക് ഇന്ന കോളേജിൽ പോകണമെന്നാണ് ആഗ്രഹം. എന്നാലേ എനിക്ക് വീടിനടുത്തുള്ള കോളേജിൽ കിട്ടിയാലേ എനിക്ക് പോയി വരാൻ സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് പുറത്ത് നിന്ന് പഠിക്കണമെന്ന് ആഗ്രഹമെങ്കിൽ കർത്താവിനോട് പറയണം: ദൈവമേ, എൻ്റെ ആഗ്രഹമാണത്, പുറത്ത് പോയി പഠിക്കണം, എന്നെ സഹായിക്കണമേ, എന്നോട് മനസ്സിലാക്കണമേ. അങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ട, നമ്മളെ ഏറ്റവും വിശ്വസിക്കുന്ന, നമ്മളെ കേൾക്കും, മനസ്സിലാക്കും എന്നുറപ്പുള്ള, നമ്മളോട് കരുണ കാണിക്കുമെന്ന് ഉറപ്പുള്ള ഏറ്റവും അടുത്ത ഒരാളോട് നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? നമ്മുടെ പരാതിയും പരിഭവവും നമ്മുടെ വിഷമങ്ങളും നമ്മുടെ അവസ്ഥകളും പേടികളും നമ്മുടെ നിസ്സഹായാവസ്ഥയും ഒക്കെ നമ്മൾ എങ്ങനെയാണ് അവരോട് വിവരിച്ച് പറയുന്നത്? അതുപോലെ ദൈവം തമ്പുരാനോട് നമ്മൾ വിവരിച്ച് പറയണം. വെറുതെ സമയം പോക്കാനായിട്ട് പ്രാർത്ഥിക്കേണ്ടത് കൊണ്ട് പ്രാർത്ഥിക്കുന്നു, അങ്ങനെയല്ല പ്രാർത്ഥിക്കേണ്ടത്. മറിച്ച് ദൈവം തമ്പുരാൻ ഇത് കേൾക്കുന്നുണ്ട്. നിൻ്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കും ദൈവം തമ്പുരാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഈ ദൈവം തമ്പുരാൻ ഒരു വാക്ക് പറഞ്ഞാൽ നിൻ്റെ ജീവിതം മാറും. ആ ഒരു ബോധ്യത്തോടു കൂടെ വേണം നിങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ നിൽക്കാൻ. ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്ക് ചെലവഴിക്കുന്ന സമയത്തിന് പിശുക്കരുത്. ടി വി കാണാനും നെറ്റ് യൂസ് ചെയ്യാനും മൊബൈൽ യൂസ് ചെയ്യാനും അല്ലെങ്കിൽ പാർക്കിൽ പോകാനും പുറത്ത് പോകാനും ആഹാരം കഴിക്കാനും കൂട്ടുകാരോട് ഇരുന്ന് സല്ലപിക്കാനും ഒക്കെ ഇഷ്ടംപോലെ സമയം കണ്ടെത്തുന്നവർ പ്രാർത്ഥിക്കാൻ മാത്രം അവരുടെ സമയം ചുരുക്കി വെക്കും. പക്ഷേ നിങ്ങൾ മനസ്സിലാകാതെ പോകുന്ന ഒരു കാര്യമുണ്ട്: ഈ പ്രാർത്ഥനാ സമയമാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ നെടുന്തൂൺ. നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നതും തീരുമാനിക്കപ്പെടുന്നതും ഈ പ്രാർത്ഥനാ സമയത്തിലൂടെയാണ്. സർവശക്തനായ ദൈവം തമ്പുരാനുമായിട്ട് നമ്മൾ ചെലവഴിക്കുന്ന ഈ സമയമാണ് പ്രാർത്ഥനാ സമയം. അതുകൊണ്ട് പ്രാർത്ഥനയിൽ ആരും പ്രാർത്ഥിക്കണമല്ലോ എന്ന് വിചാരിച്ച് പ്രാർത്ഥിക്കാതെ, പ്രാർത്ഥനയ്ക്ക് നമ്മൾ നിശ്ചിതമായ സമയമൊന്നും വെക്കേണ്ടതില്ല. എപ്പം നമ്മുടെ മനസ്സ് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ്, ആഗ്രഹങ്ങൾ പറഞ്ഞ്, നന്ദി പറഞ്ഞ്, പരാതിയും പരിഭവവും പേടിയും നമ്മളോട് മറ്റുള്ളവർ ചെയ്ത ചതിയും വഞ്ചനയും ഒക്കെ പറഞ്ഞ് ദൈവം തമ്പുരാനോട് പരിഭവം പറഞ്ഞ് അല്ലെങ്കിൽ നന്ദി പറഞ്ഞ് എപ്പം നമ്മുടെ മനസ്സിന് തൃപ്തി വരുന്നോ അത്രയും സമയം ഇരുന്ന് പ്രാർത്ഥിക്കണം. അതാണ് ശരിയായ പ്രാർത്ഥനാ രീതി. പിന്നെ നമ്മൾ ദൈവസന്നിധിയിൽ നിൽക്കുമ്പം നമ്മളെപ്പോഴും ഓർമ്മിക്കേണ്ട ഒരു കാര്യമുണ്ട്: നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്? നമ്മൾ സർവശക്തനായ ദൈവം തമ്പുരാൻ്റെ സന്നിധിയിലാണ് നിൽക്കുന്നത്. നമ്മുടെ സ്രഷ്ടാവിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്. ആ ഒരു ബഹുമാനവും ആ ഒരു സ്നേഹവും ആ ഒരു ഭയവും പേടിയും ഒക്കെ നമ്മുടെ ഇരിപ്പിലും സംസാരത്തിലും നമ്മുടെ നോട്ടത്തിലും നമ്മുടെ പെരുമാറ്റത്തിലും ഉണ്ടായിരിക്കണം. ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തമ്പുരാൻ നിങ്ങളിലേക്ക് ചായും. അവിടുന്ന് നിങ്ങളെ നോക്കും, നിങ്ങളുടെ ആഗ്രഹങ്ങൾ പരിഗണിക്കും. നിങ്ങളുടെ പേടിയും ഭയവും പരാതിയും പരിഭവവും വിഷമവും ആഗ്രഹങ്ങളും ഒക്കെ അവിടുന്ന് പരിഗണിക്കാൻ തുടങ്ങും. അങ്ങനെ നിങ്ങളുടെ ജീവിതം കുറച്ചും കൂടി ഫലഭൂഷ്ടമായി തീരും. കുറച്ചും കൂടി നിങ്ങൾ ദൈവം തമ്പുരാനോട് അടുക്കും. കുറച്ചും കൂടി നിങ്ങൾ
എന്താ പറയുക, എല്ലാ രീതിയിലും നന്മയുള്ളവരായിത്തീരും. നിങ്ങൾക്ക് എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ദൈവം തമ്പുരാൻ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.